10ാം ശതകത്തിലെ 934 മുതൽ 976 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ശ്ലോകങ്ങൾ 173 മുതൽ 178 വരെ. 173 ശ്ലോകം. വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാര പരാമോദാ മനോമയി. വിശ്വമാത ദേവി ജഗജ്ജനനിയാണ്, വിശ്വമാതാവാണ് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നു ഈ നാമത്തിൽ. ജഗദ്ധാത്രി, ശിശുക്കളെ സ്നേഹത്തോടെ പോറ്റി വളർത്തുന്നവളാണ് ധാത്രി എന്ന് പറയുന്നു. ലോകത്തിനെ സൃഷ്ടിച്ച് അത് രക്ഷിക്കുവാനായി വേണ്ടതെല്ലാം ചെയ്ത് ദേവി അതിനെ നിലനിർത്തുന്നതിനാൽ ജഗദ്ധാത്രി. വിശാലാക്ഷി, വിശാലമായ കണ്ണുകളോട് കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. വാരണാസിയിലെ ദേവിയാണെന്നും അർത്ഥം പറയുന്നു. നമ്മുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്. കഴുത്ത് തിരിച്ചാലേ വശങ്ങളിലുള്ളത് കാണുകയുള്ളൂ. പുറകിലുള്ളത് കാണുവാൻ തല തിരിക്കുക തന്നെ വേണം. എന്നാൽ ദേവിക്ക് വിശാലാക്ഷിയായതിനാൽ എല്ലാ സ്ഥലത്തും നടക്കുന്നത് നിഷ്പ്രയാസം കാണാം, ഒരു തടസ്സവുമില്ല എന്ന് പറയുന്നു. വാരണാസിയിലെ അധിഷ്ഠാന ദേവത വിശാലാക്ഷിയാണെന്ന് പുരാണത്തിൽ പറയുന്നു. വിരാഗിണി, വൈരാഗ്യമുള്ളവളാണ് ദേവി എന്ന് പറയുന്നു. കാര്യം, വസ്തുക്കൾ എന്നിവ ഇന്ദ്രിയ നിഗ്രഹത്താൽ വേണ്ട എന്ന് തീർച്ചയാക്കുന്നതാണ് വൈരാഗ്യം. പ്രഗൽഭ, ദേവി പ്രൗഢയാണ്, കാര്യപ്രാപ്തിയുള്ളവളാണ് എന്നൊക്കെ ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ഇച്ഛാശക്തിയാൽ മാത്രം ഒരു സഹായവും കൂടാതെ കാര്യങ്ങൾ നടത്തുന്നവളാണ് ദേവി. പരമോദാര, ദേവിയെ വളരെ ഉത്കൃഷ്ടമായ ഔദാര്യമുള്ളവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭക്തർക്ക് അവർ ആഗ്രഹിക്കുന്നതെല്ലാം ദേവി നൽകുന്നു. പരാമോദ, പരമമായ ഉത്കൃഷ്ടമായ ആമോദത്തോട്, അതായത് സന്തോഷത്തോട് കൂടിയവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. മനോമയി, മനസ്സായി വർത്തിക്കുന്നവൾ എന്നാണ് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ആത്മജ്ഞാനം സിദ്ധിക്കുവാനുള്ള പ്രധാന ഉപകരണം മനസ്സാണ്. ദേവി ജ്ഞാനരൂപിണിയാണ്. 174 ശ്ലോകം. വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ജാതിശായിനി. വ്യോമകേശി, വ്യോമം അല്ലെങ്കിൽ ആകാശം തലമുടിയായവളാണ് എന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദേവി വിരാട് സ്വരൂപിണിയാണ്, ആകാശരൂപിണിയാണ് എന്നൊക്കെ നാം മനസ്സിലാക്കിയതാണ്. വിരാട്ടിൻ്റെ സ്വരൂപത്തെ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് അവയവങ്ങൾ കൽപ്പിക്കുന്നു. ദിക്കുകൾ ശ്രോതങ്ങളായും, അതായത് ചെവികളായും, സൂര്യചന്ദ്രന്മാർ കണ്ണുകൾ, ആകാശത്തിനുമപ്പുറം ശിരസ്, മുഖം അഗ്നി, ആകാശം കേശം എന്ന് പുരാണങ്ങളിൽ വിവരണമുണ്ടെന്ന് കാണുന്നു. വിരിച്ചിട്ട ജടയുമായി ആകാശം മുഴുവൻ നിറഞ്ഞ കേശവുമായി സ്ഥിതി ചെയ്യുന്ന ശിവൻ വ്യോമകേശൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ശിവൻ്റെ പത്നി വ്യോമകേശി. വിമാനസ്ഥ, സൃഷ്ടികൾ എങ്ങനെ വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ദേവി വിമാനത്തിലിരുന്നുവെന്നും ത്രിമൂർത്തികൾക്ക് മായാബ്രഹ്മാണ്ഡത്തെ കാണിച്ചു കൊടുത്തുവെന്നും വ്യാഖ്യാനിക്കുന്നു. ദേവന്മാരോടൊപ്പം ദേവി വിമാനത്തിൽ സഞ്ചരിക്കുന്നുവെന്നും പറയുന്നു. വജ്രിണി, വജ്രായുധം ധരിച്ചിരിക്കുന്ന ദേവിയെന്നും വജ്രായുധം ധരിച്ച ദേവേന്ദ്രൻ്റെ പത്നിയെന്നും അർത്ഥം പറയുന്നു. ദേവേന്ദ്രന് ശക്തി നൽകുന്നതും ദേവി തന്നെയാണ്. വജ്രമെന്നാൽ ബ്രഹ്മമെന്നും അർത്ഥമുണ്ട്. ബ്രഹ്മത്തിൻ്റെ ശക്തി സ്വരൂപമാണ് ദേവി എന്നതിനാൽ ദേവിയെ വജ്രിണി എന്ന് പറയുന്നു. വാമകേശ്വരി, വാമകേശ്വരം എന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആരാധനാക്രമമാണ് വാമമാർഗം. ഇങ്ങനെ വാമമാർഗത്തിൽ ആരാധിക്കുന്നവർക്ക്, അതായത് വാമകന്മാർക്ക്, ഈശ്വരിയാണ് ദേവി എന്ന് പറയുന്നു. പഞ്ചയജ്ഞപ്രിയ, 5 യജ്ഞങ്ങൾ പ്രിയമായവളാണ് ദേവി എന്ന് പറയുന്നു. ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം എന്നിവയാണ് പഞ്ചയജ്ഞങ്ങൾ. അഗ്നിഹോത്രം, ദർശപൂർണമാസം, ചാതുർമാസ്യം, ഗോയജ്ഞം, സോമയജ്ഞം എന്നിവയും പഞ്ചയജ്ഞങ്ങളാണ്. ഇവയും ദേവിക്കിഷ്ടമാണ്. പഞ്ചപ്രേതമഞ്ജാതിശായിനി, ദേവിയെ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് 58ാമത്തെ നാമത്തിൽ വിശേഷിപ്പിച്ചതാണ്. അതിൽ പഞ്ചബ്രഹ്മങ്ങൾ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ, സദാശിവൻ എന്നിവരാണെന്നും കണ്ടതാണ്. ദേവീധ്യാനത്തിൽ മുഴുകി നിശ്ചലരായി പ്രേതതുല്യരായി വർത്തിക്കുന്ന ഈ 5 പേരാകുന്ന മഞ്ചത്തിൽ ശയിക്കുന്നവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. 175 ശ്ലോകം. പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി. പഞ്ചമി, പഞ്ചബ്രഹ്മങ്ങളിൽ 5ാമത്തേതായ സദാശിവൻ്റെ പത്നി, സപ്തമാതൃകളിൽ 5ാമത്തേതായ വാരാഹി, പഞ്ചബിന്ദുക്കളിൽ 5ാമത്തേത്, 5ാമത്തെ ആഹുതി എന്നൊക്കെ ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. പഞ്ചഭൂതേശി,
പഞ്ചഭൂതങ്ങളുടെയും ഈശ്വരിയാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. പഞ്ചസംഖ്യോപചാരിണി, 5 വസ്തുക്കളാൽ ഉപചാരം ചെയ്യപ്പെടുന്നവളാണ് ദേവിയെന്ന് പറയുന്നു. ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം ഇവയാണ് 5 ഉപചാരങ്ങൾ. ഇവ സമർപ്പിക്കലാണ് ദേവീ പൂജയിൽ പ്രധാനമായും ചെയ്യുന്നത്. ശാശ്വതി, ശാശ്വതമായിട്ടുള്ളവൾ, നിത്യ എന്നൊക്കെ ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. ദേവി ശാശ്വത സുഖം നൽകുന്നവളാണ്. ശാശ്വത ഐശ്വര്യ, നിത്യമായിരിക്കുന്ന ഐശ്വര്യത്തോടു കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ ഐശ്വര്യം ശാശ്വതമാണെന്ന് പറയുന്നു. ശർമ്മദ, സുഖത്തെ ദാനം ചെയ്യുന്നവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. ശംഭുമോഹിനി, ശംഭുവിനെ മോഹിപ്പിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. വിഷ്ണുമായ രൂപിണിയാണല്ലോ ദേവി. വിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ട് ശിവൻ മോഹിച്ചതായി നമുക്കറിയാം. 176 ശ്ലോകം. ധരാധരസുതാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. ധര, ദേവി ഭൂമിയുടെ രൂപത്തോടു കൂടിയവളാണ് എന്നാണ് ഈ നാമം വിശേഷിപ്പിക്കുന്നത്. ഭൂമിയെ താങ്ങി നിർത്തുന്നവളെന്നും വ്യാഖ്യാനിക്കാം. ധരസുത, ഹിമവാന്റെ പുത്രിയാണ് ദേവി എന്ന് പറയുന്നു. ധരണിയെ നാരായ വേര് പോലെ പർവ്വതങ്ങൾ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്നതിനാൽ ധര എന്നതിന് പർവ്വതമെന്ന് അർത്ഥം വരുന്നു. പാർവതി ഹിമവാന്റെ പുത്രിയാണല്ലോ. ധന്യ, സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ സങ്കല്പത്താൽ മാത്രം ശരിക്ക് നടത്തുന്നതിനാൽ അത് കണ്ട് വളരെ കൃതാർത്ഥതയുള്ളവളാണ് ദേവിയെന്ന് പറയുന്നു. ധർമ്മിണി, ദേവി വളരെ ധർമ്മശീലമുള്ളവളാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. പരമോദാര എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നതായി നമ്മൾ കണ്ടതാണ്. ധർമ്മവർദ്ധിനി, ദേശം, കാലം എന്നിവ അനുസരിച്ച് ധർമ്മങ്ങളിൽ വ്യത്യാസം വരുന്നു. എന്നാലും അടിസ്ഥാന ധർമ്മങ്ങളിൽ മാറ്റം വരുന്നില്ല. ഭക്തന്മാരിൽ ധർമ്മതത്വങ്ങൾ ഉറപ്പിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവളാണ് എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ലോകാതീത, എല്ലാ ലോകങ്ങൾക്കും അതീതയായവളാണ് ദേവി എന്ന് പറയുന്നു. ഇന്ദ്രലോകം മുതൽ വിഷ്ണുലോകം വരെയുള്ള എല്ലാ ലോകങ്ങളെയും അതിക്രമിച്ച് പരമശിവൻ്റെ കൈലാസത്തിൽ ദേവി വസിക്കുന്നു. ലോകങ്ങൾ എന്നതിന് ഇന്ദ്രിയങ്ങൾ വഴി ജ്ഞാനം നേടുന്ന ജീവന്മാരെന്നും അർത്ഥം പറയുന്നു. ജീവന്മാർക്ക് അതീതയാണ് ദേവി. ഗുണാതീത, ഗുണങ്ങൾക്കും അതീതയാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാ ഗുണങ്ങളും ദേവിയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് ദേവിയെ അവ ബാധിക്കുന്നില്ല. ദേവി നിർഗുണ ബ്രഹ്മ സ്വരൂപിണിയാണ്. സർവാതീത, എല്ലാ വസ്തുക്കൾക്കും അതീതയാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. ശമാത്മിക, ശമമായ ആത്മാവോടുകൂടിയവൾ, രാഗദ്വേഷം ഒന്നുമില്ലാത്തവൾ എന്നൊക്കെ ഇവിടെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. 177 ശ്ലോകം. ബന്ധൂകകുസുമപ്രഖ്യാ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഠ്യ സുവാസിനി. ബന്ധൂക കുസുമപ്രഖ്യ, ബന്ധൂക പുഷ്പത്തിൻ്റെ പ്രഭയോട് കൂടിയവളാണ് ദേവിയെന്ന് പറയുന്നു. വളരെ ചുവന്ന് തുടുത്ത പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു മരമാണ് ബന്ധൂകമെന്ന് പറയുന്നു. ചെമ്പരത്തി എന്നും അർത്ഥം കാണുന്നു. ബാല, ബാല എന്ന പേരോട് കൂടിയവളാണ് ദേവിയെന്ന് പറയുന്നു. ത്രിപുര സിദ്ധാന്തത്തിൽ ദേവിയെ ബാലികയെപ്പോലെ കുട്ടിക്കളി മാറാത്തവളെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കന്യാകുമാരിയിലെ ദേവിയാണ് ബാല എന്നും പറയുന്നു. ലീലാവിനോദിനി, ലീലകളെ കൊണ്ട് വിനോദിക്കുന്നവളാണ് ദേവി. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ ദേവിക്ക് ഒരു ലീലയാണ്. അതിൽ സന്തോഷിക്കുന്നവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. സുമംഗലി, ദേവി ശോഭനമായ മാംഗല്യത്തോടു കൂടിയവളാണ് എന്ന് പറയുന്നു. ദേവി നിത്യസുമംഗലിയാണ്. സുഖകരി, സുഖത്തെ ചെയ്യുന്നവളാണ് ദേവി എന്ന് പറയുന്നു. തൻ്റെ ഭക്തന്മാർക്ക് ദേവി പ്രാപഞ്ചികവും പാരത്രികവുമായ, അതായത് സ്വർഗസുഖം, സുഖങ്ങളെ നൽകുന്നു. സുവേഷാഠ്യ, ശോഭനമായ വേഷഭൂഷാദികളാൽ ശ്രേഷ്ഠയായവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. സുവാസിനി, ദേവി എല്ലാ കാലവും ഭർത്തൃമതി ആയിരിക്കുന്നവളാണ് എന്ന് പറയുന്നു. സുമംഗലിയാണ് ദേവിയെന്ന് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടുവല്ലോ. 178 ശ്ലോകം. സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക. സുവാസിന്യർച്ചന പ്രീത ശോഭന, ഇത് 2 നാമങ്ങളായി മനസ്സിലാക്കണം. സുവാസിന്യർച്ചന പ്രീത എന്നും ആശോഭന എന്നും രണ്ടായി. സുവാസിന്യർച്ചന പ്രീത, സുവാസിനി എന്ന പദത്തിന് കല്യാണം കഴിഞ്ഞതോ കഴിയാത്തതോ ആയ സ്വന്തം പിതാവിൻ്റെ ഗൃഹത്തിൽ വസിക്കുന്ന സ്ത്രീ എന്നാണ് അർത്ഥം കാണുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെയും സുവാസിനി എന്ന് പറയുന്നു. അങ്ങനെയുള്ള സുവാസിനിമാരാൽ ചെയ്യുന്ന പൂജയിൽ പ്രീതിപ്പെടുന്നവളാണ് ദേവിയെന്ന് പറയുന്നു. ആശോഭന,
ഏറ്റവും ശോഭനമായവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. സർവാംഗസുന്ദരിയാണ് ദേവി. ശുദ്ധമാനസ, ദേവിക്ക് പരിശുദ്ധമായ മനസ്സാണ് എന്ന ഈ നാമം കാണിക്കുന്നു. ഗുണാതീതയാണ് ദേവി. രാഗദ്വേഷങ്ങൾ ദേവിയെ അലട്ടുകയില്ല. അതുകൊണ്ട് ദേവിയുടെ മനസ്സ് ശുദ്ധമാണ്. സുഖദുഃഖങ്ങൾക്ക് ദേവിയുടെ മനസ്സിൽ സ്ഥാനമില്ല. ബിന്ദു തർപ്പണ സന്തുഷ്ട, ബിന്ദുവിൽ തർപ്പണം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശ്രീചക്രത്തിലോ മേരുവിലോ പൂജ ചെയ്യുന്നവർ ശ്രീചക്രത്തിൻ്റെ കേന്ദ്രബിന്ദുവിൽ തർപ്പണമർപ്പിക്കുന്നു. പൂർവജ, എല്ലാറ്റിനും മുൻപ് ജനിച്ചവളെന്ന് ദേവിയെ വീണ്ടും വിശേഷിപ്പിക്കുന്നു ഈ നാമത്തിൽ. ത്രിപുരാംബിക, ദേവി ത്രിപുരാംബികയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണെന്ന് പറയുന്നു. ശ്രീചക്രത്തിൻ്റെ 8ാമത്തെ ആവരണമായ സർവസിദ്ധിപ്രദ ചക്രത്തിൻ്റെ ആവരണദേവത ആണ് ത്രിപുരാംബിക. ദേവി ആ രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ 6 ശ്ലോകങ്ങൾ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ആ 6 ശ്ലോകങ്ങൾ ചൊല്ലാം. വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാര പരാമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ജാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധരസുതാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീതാ ഗുണാതീതാ സർവാതീതാ ശമാത്മിക ബന്ധൂകകുസുമപ്രഖ്യാ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്യർച്ചനപ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക. 4 ശ്ലോകങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ ദേവിയുടെ 1000 നാമങ്ങളും മനസ്സിലാക്കി കഴിയും. 977 മുതൽ 1000 വരെയുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.